30 കോടി രൂപയല്ല, 30,000 കോടി രൂപ നഷ്ടപരിഹാരം കിട്ടണം എന്ന് ഉള്ള ഒരു കേസിന്റെ കഥയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇങ്ങനെ ഞാൻ പെരുവായിൽ വന്നിട്ട് പെരുവാ കൊണ്ട് പെരുക്കി പറയുന്നതല്ല. അപ്പോ ഈ കഥ നിങ്ങൾ കേൾക്കണം. ഹലോ, നമസ്കാരം. ഞാൻ ദയാനന്ദൻ ഫോട്ടോ മീഡിയ. ഞാനിന്ന് നിൽക്കുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിൽ വൈക്കം താലൂക്കിൽ ശാന്തിപുരം ഗ്രാമത്തിലാണ്. അതായത് ഈ ശാന്തിപുരം ഗ്രാമം എന്ന് പറയുന്നത് നീഴൂർ പഞ്ചായം, പെരുമാ പഞ്ചായം, അതുപോലെ ഇലഞ്ഞി പഞ്ചായം, ഇങ്ങനെയൊക്കെ 3 പഞ്ചായങ്ങളുടെയും ഒരു അതിർത്തി സംഗമ ഭൂമിയാണ്. ഇവിടെ വേറൊരു പ്രത്യേകത ഉള്ളത്, നമ്മളുടെ പ്രശസ്തനായ നോവലിസ്റ്റ് പെരുമ്പടവം ശ്രീധരൻ സാറിൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തായ പെരുവാ തോമസിൻ്റെ വീട്ടിലേക്കാണ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ അതൊരു കഥയാണ്. ആ കഥ നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ച് ഇപ്പം കുറച്ച് സമയമായുള്ളൂ ഇവിടെ എത്തിയിട്ട്. നിയമം, പോലീസ്, ഭരണ തലപ്പത്തുള്ളവരെല്ലാം വേട്ടയാടിയ ഒരു വേട്ടമൃഗം എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം. അങ്ങനെ ഒരു മനുഷ്യനെ കാണാം, അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കാം. കൂടാതെ നമ്മളുടെ ശാസ്താംകോട്ട സദാശിവൻ സാറ് എന്നോടൊപ്പം വന്നിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന് എന്ത് പറയാനുണ്ട് എന്ന് കൂടി നമുക്ക് കേൾക്കാം. ഈ പെരുവാ തോമസ് സാറും ശാസ്താംകോട്ട സദാശിവ സാറും വളരെ സ്നേഹിതന്മാരാണ് വർഷങ്ങളായിട്ട്. കാരണം ഈ പെരുവാ തോമസ് സാറിൻ്റെ ജീവചരിത്രം, ഓരോ സ്പന്ദനവും തിരിച്ചറിയാവും എന്ന ഒരു വ്യക്തി കൂടിയാണ് ശാസ്താംകോട്ട സദാശിവൻ സാർ. ഇവിടെ നടന്നിട്ടുള്ള നീതി ലംഘനം എല്ലാം നന്നായി മനസ്സിലാക്കുകയും അതിൽ പല പ്രാവശ്യവും ഇടപെടുകയും ചെയ്ത ഒരു വ്യക്തി കൂടിയാണ് ശാസ്താംകോട്ട സദാശിവൻ സാറ്. അപ്പോൾ അദ്ദേഹത്തെയും കൂട്ടിയാണ് ഞാനിവിടെ വന്നത്. കാരണം സത്യവും മിഥ്യയും എപ്പോഴും നമ്മൾ തിരിച്ചറിയണം. അതിനുള്ള ഒരു ശ്രമം കൂടിയാണ് ഫോട്ടോ മീഡിയ എന്ന ചാനലിലൂടെ ഞാൻ നടത്താൻ ശ്രമിക്കുന്നത്. ഇനി നമുക്ക് അവർക്ക് പറയാനുള്ള എന്തെന്ന് നമുക്കൊന്ന് കേൾക്കാം. 30 കോടി രൂപയല്ല, 30,000 കോടി രൂപ നഷ്ടപരിഹാരം കിട്ടണം എന്ന് ഉള്ള ഒരു കേസിന്റെ കഥയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇങ്ങനെ ഞാൻ പെരുവായിൽ വന്നിട്ട് പെരുവാ കൊണ്ട് പെരുക്കി പറയുന്നതല്ല. അപ്പോ ഈ കഥ നിങ്ങൾ കേൾക്കണം. ഇത് അനുഭവിച്ചവർ തന്നെ പറയുമ്പോൾ ഭരണകൂടവും പോലീസും കുറെ കള്ളക്കേസുകളും കുറെ കൊള്ളക്കാരായ കള്ള ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ചേർന്നിട്ട് ഇദ്ദേഹത്തെ 30 വർഷമായി മാനസികമായിട്ട് തകർത്തു. അദ്ദേഹത്തിന്റെ തലമുറകളായിട്ടുള്ള സ്വത്ത്, അദ്ദേഹത്തിന്റെ ഈ അദ്ദേഹത്തിന് ഒരു വ്യാപാരങ്ങൾ, അതുപോലെ എണ്ണ മില്ല്, കൃഷി, അതുപോലെ അദ്ദേഹം നടത്തി വന്നിരുന്ന, പിന്നെ അതുപോലെ ഈ കൊക്കോ കൃഷി, കൊക്കോ ഫാക്ടറി, അങ്ങനെയൊക്കെ ഉള്ള അദ്ദേഹത്തിന്റെ കുടുംബസ്വത്തും അദ്ദേഹത്തിന്റെ സ്വത്തുമൊക്കെ കാലാകാലങ്ങളിൽ നഷ്ടപ്പെടുകയും അതുപോലെ ആ നഷ്ടത്തിന്റെ വേദനയിൽ നിന്ന് അവരുടെ അച്ഛൻ, അമ്മ, സഹോദരങ്ങളൊക്കെ വേദന കൊണ്ട് അവരൊക്കെ മൺമറഞ്ഞു. അപ്പോൾ ആകെ കൂടി ഇദ്ദേഹം ഇപ്പോൾ വാർദ്ധക്യത്തിന്റെ ഒരവസ്ഥയിലാണ്, അതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഥ ഇത്രയും എത്തി നിൽക്കുകയാണ്. അങ്ങയുടെ ഈ 30,000 കോടി രൂപ എന്ന് പറയുന്ന ആ ഒരു കണക്ക് എന്ത് അടിസ്ഥാനത്തിലാണ് അങ്ങ് ഈ കോടതിയിൽ കേസ് ഫയൽ ചെയ്തത്? 30,000 കോടി രൂപ എന്ന് പറഞ്ഞാൽ ഒരു വിത്ത് നശിപ്പിച്ചാൽ ഒരുപാട് വിത്തുകൾ നശിപ്പിക്കുന്നതിന് തുല്യമാണ്. ശരിയാണ്. അപ്പം അന്ന് പറഞ്ഞതുപോലെ ഇത് അവർ കൊല്ല എന്ന് പറയും. ഇവർ എൻ്റെ കൃഷി മുഴുവൻ നശിപ്പിച്ചു, എൻ്റെ മൃഗങ്ങളെ മുഴുവൻ കൊന്നു, ഞങ്ങളെ കള്ളക്കേസ് പ്രതിയാക്കി ഞാൻ ഒളിവിൽ പോയി.
ഇത് മുഴുവൻ ഇതുപോലൊരു സാധാരണ ഗ്രാമത്തിൽ നടന്ന കാര്യമാണ്. ഇത് എല്ലാവർക്കും അറിയാം. എന്താ ഒരു തിരുവനന്തപുരത്ത് നിന്ന് ഇറങ്ങിയേക്കണ ഒരു മാസിക റിപ്പോർട്ട് ചെയ്തേക്കണതാണ് ഇത്. അത് ഏത് മാസികയാണ്? ജനജാഗ്രത. ഇത് കേരള ശബ്ദം, സമർപ്പണം. ഈ കേരള ശബ്ദത്തിലുള്ളത് ഒന്ന് കാണിച്ചു. അപ്പോൾ ഇതാണ് അതിന് ആധാരമായിട്ടുള്ള ഇത് കേരള അല്ല, ഇത് ജനജാഗ്രത. ഉപഭോക്തൃ ജനജാഗ്രത എന്ന് പറയുന്ന ഒരു മാസികയാണ് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതായത് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ തുകയുടെ നഷ്ടപരിഹാര കേസിന്റെ കഥ എന്നതാണ് ഇതിന്റെ എല്ലാം കൊടുത്തിട്ട് ഇത് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് ക്രിസ്തുദേവനോട് ചെയ്തതിലും കഷ്ടമായ പീഡനം എന്ന നിലയിലാണ് ഇത്. അതായത് ഇങ്ങനെ ഉണ്ട്. അതായത് അത് എന്താ എഴുതിയത്? ക്രിസ്തുദേവനോട് ചെയ്തതിൽ കഷ്ടകരമായ പീഡനമാണെന്ന് അവരുടെ അഭിപ്രായം. അതുകൊണ്ടാണ് ഇങ്ങനെ പറയിട്ടത്. അങ്ങനെ കേസ് കൊടുത്തിട്ട് പിന്നെ എങ്ങനെ അതിന്റെ കഥ പോയി? കേസിന്റെ വാദം എങ്ങനെയൊക്കെയായിരുന്നു? ആ കാസ്റ്റ് ഡിവിഷൻ സിംഗിൾ ബെഞ്ചും ബാധിച്ചു. അതെ. അത് കഴിഞ്ഞപ്പോഴാണ് കോടതി കയറി വന്നത്. കോടതി കയറി വന്ന് എല്ലാവരും അസുഖമായി, കോടതിക്ക് ആർക്കും പ്രവേശിക്കാൻ മേല. ഇപ്പോഴാണല്ലോ കോടതി പിന്നെ കേസ് എടുക്കാൻ തുടങ്ങിയത്. അത് സുപ്രീം കോർട്ടും അത് എടുത്തിട്ടുണ്ട്. അങ്ങനെ നിൽക്കണം. കേസ് ഇനി നീക്കണം. ഇനി എനിക്കുള്ള ഒരു ദോഷവശം, എനിക്ക് അധർമ്മം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അരീക്ഷയം വരും. അപ്പോൾ നിങ്ങളോട് ഞാനൊരു സ്റ്റാൻഡിൽ നിൽക്കുമോ അല്ലെങ്കിൽ ഒരു ടൗണിൽ നിൽക്കുമോ, നിങ്ങളോട് ഒരാളൊരു അധർമ്മമായി പെരുമാറിയ എന്നടാ കാര്യമെന്ന് ഞാൻ ചോദിച്ചു പോകും. ഇതെൻ്റെ ഏറ്റവും വലിയൊരു ബലഹീനത. അതാണ് ഒരു പ്രശ്നം. അതുകൊണ്ട് ഒരുപാട് ദുരിതാനുഭവങ്ങൾ ഞങ്ങൾ നേരിടുന്നുണ്ട്. വീട് മൊത്തം ഞങ്ങൾ ഒത്തിരി 12 പേരുണ്ട്. ഞങ്ങളുടെ വീട് മാത്രം 12, പിന്നെ വേറെ 5 പേരും ഉണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ എല്ലാവർക്കും തന്നെ ഈ ഒരു ചെറിയ സ്വഭാവമുണ്ട്. അതിൻ്റെ പേരിൽ ഒരുപാട് ദുരിതങ്ങൾ നേരിട്ടിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഒരു സ്ഥലത്തും പരാജയപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് പറയാൻ അങ്ങനെയില്ല. ഒരുപാട് ദൈവാനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ സംഭവം നിസ്സാര കാര്യ. അത് ഒരു കാരണവശാലും ഇത്രയും പെരുപ്പിക്കേണ്ട ഒന്നും ഒരു കാര്യവുമില്ല. 3 ഒഴി 23 ഷീറ്റും എപ്പോഴും എണ്ണി വെക്കാൻ പറ്റിയല്ലോ. അത്രയെങ്കിലും കാണും. ഇതും കടന്നുപോയി. ഇതൊക്കെ മോഷണം പോയി കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ നോക്കണമുണ്ടല്ലോ, ആരായിരിക്കും, ഏതായാലും നമ്മുടെ ശ്രദ്ധ പോകും, അവൻ്റെ ശ്രദ്ധ പോയില്ല. അവർക്ക് അതേ ദിവസം കോയിനെ തിന്നിച്ചും പിറ്റേ ദിവസം മറന്നു പോകും. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ കള്ളെടുക്കയുടെ പെരുന്നാളാണ്. അന്ന് ഈ പനങ്കള്ളി ചത്തുണ്ട്. 93-94. ഉടനെ അതെ, ഉടനെ ഇവൻ ഇതാണ് കള്ളെടുക്കെ കോഴി പിടുത്തോ ഇല്ലാത്ത പണികളൊന്നുമില്ല. അതൊക്കെ അവർ ചെയ്തോട്ടെ, നമുക്ക് ഒരു എതിരുമില്ല. പക്ഷെ നമ്മളെ കടത്തി പഠിപ്പിക്കുകയും എന്ത് ചെയ്യും? ഏതായാലും ഇവിടെ ധൈര്യമൊന്നും ഒരു കരുത്തനും ഇല്ല, പറയുമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു പരാതി ഇവിടെ ഉണ്ടായിപ്പോയപ്പോൾ ഞാൻ മുമ്പോട്ട് കഴിഞ്ഞു. ഞാൻ സാധാരണ അവിടെ ഒരു കേസോ പരാതിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതിനെ എടുത്ത് ചാടാറുള്ളത്. ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റുണ്ടെങ്കിൽ എന്നെ പിടിക്കണം, അതെനിക്ക് നിർബന്ധം. അങ്ങനെ ഞാനൊരു പരാതി കൊടുത്തു. ഇതാ പോലീസ് വരുന്നു, ആ പോലീസ് അവിടെ നിന്ന് വരുന്നു, ഈ പോലീസ് ഇവിടെ നിന്ന് വരുന്നു. അവർ വലിയ സമ്പന്ന വർക്കാണ് ഈ എൻ്റെ എതിരാളികൾ. അവസാനം പോലീസിൻ്റെ കാശ് മേടിക്കണം. അവസാനം എൻ്റെ കിട്ട് കുത്താൻ വരുവാ, കന്നേര് കുത്താൻ പറ്റുന്നത്. ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞ് പിന്നെ കഴിഞ്ഞിട്ടുള്ളൂ. ഏതായാലും 95 ആണ് ഈ സംഭവമെങ്കിൽ 95 ഓഗസ്റ്റ് മാസത്തിൽ എനിക്ക് പോലീസ് സംരക്ഷണം തരാൻ പറഞ്ഞു ഹൈക്കോടതി ഉത്തരവായി. കാരണം കടത്തി പൂർത്തിപ്പിക്കുകയില്ല. 95. അതായത് 1995 ഇദ്ദേഹത്തിന് പോലീസ് പ്രൊട്ടക്ഷൻ തരണം എന്ന് ഹൈക്കോടതി അതെ വിധിച്ചു. അതിനുണ്ടായ കാരണം എന്താ? അതിന് എന്താണെന്ന് വെച്ചാൽ ഇവര് രാത്രിയോടെ എല്ലാവരും അങ്ങോട്ട് മാറുമ്പോൾ ഇവരുണ്ട്, ഇങ്ങോട്ട് മാറുമ്പോൾ ഇവരുണ്ട്. അവിടുത്തെ ഒരു വഴി പോവുകയാണെങ്കിൽ 4 പേര് ഒരു നിരീക്ഷണത്തിനുണ്ട്. അവരുടെ അനീതിയെ ഏർത്തലിൽ നിന്ന് മാത്രം മാത്രം ഉണ്ടായതാ. കോടതിക്ക് മനസ്സിലായി, ഹൈക്കോടതിക്ക് മനസ്സിലായത് കൊണ്ടാണ് ഹൈക്കോടതി ഇങ്ങനെ അങ്ങേക്ക് ഒരു പ്രൊട്ടക്ഷൻ തരണമെന്ന് പറഞ്ഞത് ഉത്തരവ്. അപ്പൊ അതിനുശേഷം 95 ശേഷം അങ്ങോട്ട് കഥ അങ്ങോട്ട് മാറുകയാണ്. ആ കഥ അങ്ങനെ പറഞ്ഞ അത് കഴിഞ്ഞ് എന്ത് ചെയ്തെന്നോ വെച്ചാൽ
ഇവർ പിന്നെയും ഉപദ്രവം തുടങ്ങിക്കൊണ്ടിരുന്നു. അങ്ങനെ വന്നപ്പോഴാണുള്ള സംരക്ഷണ ഉത്തരവ് വന്നത്. ഈ ഉത്തരവ് ഇവർ പ്രൊട്ടക്ട് ചെയ്ത് ഇത് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവരുടെ ഉപദ്രവം ശൈല്യമായി കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും കോടതിയെ തന്നെ സമയം. പിന്നെ ആരോട് പറയണേ? ഇവിടെ എല്ലാവരും പറയാനൊന്നും ആരുമില്ല, അവർ ഇങ്ങനെ കേട്ടു, ഇത്രേ ഉള്ളൂ. നമ്മുടെയൊക്കെ വിചാരം എന്താണെന്ന് വെച്ചാൽ പോകാത്തവൻ്റെ വിചാരം വലിയ അവിടുത്തെ ഉത്തരവ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പിടിച്ച് മിണുങ്ങുന്നതാണ്. ചെയ്തോളാന്നുള്ളൊരു സംരക്ഷണമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. ഇങ്ങനെ ഇത് കഴിഞ്ഞ് വേറെയും ഹർജി കൊടുത്തു. എൻ്റെ പറമ്പിലെ തടി കയറി വെട്ടി. എൻ്റെ സ്വന്തം സ്ഥലത്ത് ആഞ്ഞിലി ഉണ്ടായിരുന്നതിൽ, തേക്കുണ്ടായിരുന്നതിൽ, പ്ലാവുണ്ടായിരുന്നതിൽ, ഒട്ടയുണ്ടായിരുന്നതിൽ ഇതെല്ലാം കയറി വെട്ടി. അത് കഴിഞ്ഞ് ആ തടി എനിക്ക് പുറത്തിറങ്ങാൻ നിവൃത്തിയില്ലല്ലോ. മനസ്സിലായോ? സാഹചര്യം മനസ്സിലായോ? എനിക്ക് പുറത്തു പോകാൻ നിവൃത്തി. പ്രൊട്ടക്ഷൻ കൊണ്ട് പോലീസ് ഇവിടെ വന്നാറുണ്ട്, എന്നെ കൊണ്ടുപോകാറുണ്ട്, കൊണ്ടുപോയിട്ട് തിരിച്ചുകൊണ്ട് വിടാറുണ്ട്. അവിടെ ആ പ്രഹസനം എന്തെങ്കിലും ആവശ്യത്തിന് പോകണമെങ്കിൽ പോലീസ് കൊണ്ടുപോകും, തിരിച്ചു കൊണ്ടാക്കും എന്ന പ്രഹസനം. മനസ്സിലായോ? അതിനിടയിൽ ഇത് കുറെ കളി കളിച്ച് ഉടനെ ഇത് കഴിഞ്ഞ് എന്ത് ചെയ്തു എങ്ങനെയൊന്നും ആളുകൾക്ക് അറിയത്തില്ല. ഇവിടുത്തെ ആളുകൾക്ക് ഒരു എനിക്ക് ഞാൻ ഉൾപ്പെടെ എനിക്ക് മാറി നിൽക്കാൻ പറ്റില്ല, ഞാൻ ഉൾപ്പെടെ. അതിന് ശേഷം 95 കഴിഞ്ഞു. പിന്നെ ഞാൻ കംപ്ലീറ്റ് ഒഴിവായി. ഞാൻ ഈ വഴിയെ പോയല്ലേ, ഈ മല വട്ടം കയറുക. അങ്ങനെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്തിരിക്കുക, അവിടെ പാത്തിരിക്കുക, ഇവിടെ പാത്തിരിക്കുക. പോലീസ് പ്രൊട്ടക്ഷൻ ഇല്ലാതെ എന്തിനാണ് അങ്ങനെ അങ്ങ് പോകുന്നത്? ഇവൻ വരാൻ പറയാൻ വരുമോ? പോലീസ് വരില്ല. പിന്നെ അവൻ മറ്റവനോട് കാശ് മേടിച്ച് കള്ളു പിടിച്ച് അവൻ്റെ 2 കൊള്ളാന്ന് പറഞ്ഞേക്കുക. ശരി, അതുകൊണ്ട് ഇത് മനസ്സിലാക്കിയതുകൊണ്ട് അങ്ങ് ഈ പോലീസിനെ പോലും അറിയാതെ രഹസ്യമായാണ് ഈ കാര്യങ്ങൾ. അല്ലെങ്കിൽ തല്ലു മേടിക്കുക എന്നുള്ളത് ഉറപ്പ് കാര്യമാണ്. ഉപദ്രവങ്ങൾ പേടിച്ച് അതിൽ നിന്ന് തെന്നി മാറി വളരെ ശ്രദ്ധാപൂർവം ഇങ്ങനെ പോവുകയും നിങ്ങളുടെ ഈ കൊക്കോ ഫാക്ടറി അതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ ഉണ്ടാക്കിയെടുക്കുകയും അതുപോലെ ആൾക്കാരെ ചേർത്ത് സഹകരണ സംഘമായിട്ട് അങ്ങനെയല്ലേ? അതെ, ഭൂരിഭാഗം നിങ്ങളുടെ കുടുംബത്തിലുള്ള ഇതൊക്കെ എല്ലാ സൗകര്യവും ശരിയാണ്. അത് ഞങ്ങളുടെ എതിർ കക്ഷികൾ പരസ്യമായി പരിശ്രമിച്ചു നോക്കി ഒരുപാട് തകർക്കാൻ. അത് തന്നെ വേറെ ഉള്ള രീതിയിലും അത് തകർക്കാൻ പ്ലാനിട്ട് അതിന്റെ പേരിലാക്കാൻ വേണ്ടിയിട്ട് ഇതിനെ വേറെ അവരുടെ ഒരു ഫാമിലിയിലേക്ക് ആക്കാൻ വേണ്ടി അവര് ഞങ്ങളുമായിട്ട് ഇതിന്റെ പേരിൽ ആക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു. ഇതില് അവർക്കും കൂടെ ചേരാൻ വേണ്ടി അല്ല, അവരും ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, എവിടെയും 2 ഗ്രൂപ്പ് ഉണ്ടല്ലോ. അവരും ഞങ്ങളുമായിട്ടുള്ള വൈരാഗ്യ ബുദ്ധിയാക്കി മാറ്റാൻ പരിശ്രമം കൂടെ നടത്തി, ഭയങ്കരമായിട്ട് പരിശ്രമിച്ചു. ഇങ്ങനെ കൂട്ടിയിണക്കി ഈ കൊക്കോന്ന് പറയുന്നത് സൊസൈറ്റിയാ. ഇതിന്റെ എതിർകക്ഷികളില്ലേ, എതിർകക്ഷിയാണ് അവരുടെ എതിർകക്ഷികളായ ഉല്ലാസുകൾ. അതായത് അവർക്ക് അങ്ങ് അറമാദിക്കാൻ അവരെ മുതിർന്ന ആൾക്കാരെ അവരുടെ അപ്പനും അമ്മയും ഒക്കെ അതിനു വേണ്ടി ഒത്താശ ചെയ്തു കൊടുത്തു. അവരെ കൂടെ നിൽക്കുന്നവരും ഒത്താശ ചെയ്തു. അങ്ങനെയാണോ ഒരു കളി കാണാൻ? വ്യക്തമായ തെളിവ്. ആ തെളിവിന് പ്രത്യേകിച്ച് സാക്ഷികളെ വിസ്തരിക്കുന്നതോ ലാബ് പരിശോധനയോ വസ്ത്ര പരിശോധനയോ തിരിച്ചേറ്റ് പരിശോധനയോ ഒന്നും ആവശ്യമില്ല. ഇത് വ്യക്തമായ തെളിവുകളാണ് കംപ്ലീറ്റ്. അല്ലെങ്കിൽ എന്നെ കൊണ്ടോ നേരെ നോക്കാനോട്ട് പറ്റുകയില്ല, എന്നെ നിലനിൽക്കുക പല തരി കൊന്നെ. ഇതിനിടയ്ക്ക് എത്രയോ പ്രാവശ്യം ഇവർ കൊല്ലാൻ നോക്കിയിട്ടെന്നറിയോ? അത് പരസ്യമായി ഈ രാത്രിക്ക് ഞാൻ ഈ എവിടെയാ അത് വെള്ളൂര് അത് ദേവസ്വത്തോട് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഫോട്ടോ മീഡിയ യൂട്യൂബ് ചാനൽ പ്രേക്ഷകർക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ശാസ്താംകോട്ട സ്വദേശി, കൊല്ലം ജില്ലയിൽപ്പെട്ട കുന്നത്തൂർ താലൂക്കിൽ സ്ഥിരതാമസം, ശാസ്താംകോട്ട ക്ഷേത്രത്തിന് സമീപം. ഞാനൊരു പൊതുപ്രവർത്തകനാണ്. 1995 മുതൽ ഈ പരിസ്ഥിതി സംബന്ധമായിട്ടുള്ള പ്രശ്നത്തിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഞാൻ ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്ന കൂട്ടത്തിലാണ് എനിക്ക് എറണാകുളത്ത് വരേണ്ട ഒരു ആവശ്യം വന്നത്, ഒരു റെക്കോർഡിങ്ങിന്. അങ്ങനെ ഞാൻ എറണാകുളത്ത് എത്തുന്നു. അവിടെ വെച്ചാണ് ഈ പെരുവാ തോമസ് എന്ന് പറയുന്ന ഫിലിപ്പോസ് തോമസിനെ കാണുന്നത്. അപ്പോൾ ഞാൻ ഔപചാരികമായിട്ടൊന്ന് കണ്ടുവിട്ട് പോയെന്നേ ഉള്ളൂ. പിന്നെ 1-2 വർഷം കഴിഞ്ഞപ്പോഴാണ് കേരളത്തിലെ ഏറ്റവും വലിയ അമേരിക്കൻ വാട്ടർ ഗേറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ കേരളത്തിലെ ഏറ്റവും വലിയ വാട്ടർ ഗേറ്റാണ് നമ്മുടെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ നടക്കുന്ന തിരുത്തലാധാരം ചമയ്ക്കൽ.
ഒരാളുടെ പുരയിടം അല്ലെങ്കിൽ കൈവശ ഭൂമി അയാൾ അറിയാതെ റവന്യൂ വകുപ്പിലെ വില്ലേജ് ഓഫീസർ, തഹസീൽദാർ, ലാൻഡ് ആൻഡ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാർ, കളക്ടർമാർ തുടങ്ങിയിട്ടുള്ള ആളുകൾ ഒരു മുന്നറിയിപ്പും കൂടാതെ ഈ കണ്ടപ്പേരുകൾ മാറ്റിയിട്ടിട്ട് ആ വസ്തു നല്ല മോഹവിലയുള്ള വസ്തുവാണ് ഇവർ തിരഞ്ഞെടുക്കുന്നത്. എന്നിട്ട് ബന്ധപ്പെട്ട കക്ഷികളെ അറിയിക്കുകയാണ്, നിങ്ങളുടെ വസ്തു ഇതുപോലെ മറ്റൊരാളുടെ പേരിലാണ്, എത്രയും വേഗം അത് സ്വന്തം പേരിലാക്കിയില്ലെങ്കിൽ ലക്ഷങ്ങളുടെ കോടികളുടെ നഷ്ടം വരും എന്ന് അവരെ അറിയിക്കും. അപ്പോൾ ഈ കൈവശക്കാരനോ രക്ഷപ്പെട്ടു അയാളുടെ ഭൂമി നഷ്ടപ്പെടുന്നത്, ആകെ കിടപ്പാടം നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഒരാളുടെ സ്വത്വം ഇല്ലാതാക്കുന്നതിന് തുല്യമല്ലേ? അയാളോട് ഈ വില്ലേജ് ഓഫീസർ എടുത്തോ അല്ലെങ്കിൽ തഹസീൽ എടുത്തതിന് ചോദിക്കും, എന്താ സാറേ സംഭവിച്ചത്? അയ്യോ സംഭവിച്ചതോ, നിങ്ങൾ ഇപ്പോൾ ഇത് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോടികളുടെ നഷ്ടം വരാൻ പോകുന്നു, മാത്രമല്ല സർക്കാരിൻ്റെ നടപടിക്ക് നിങ്ങൾ വിധേയരാകും. അതിപ്പോൾ എന്താ ചെയ്യേണ്ടത്? അത് അവർ പറയും, ആ ഉദ്യോഗസ്ഥന്മാർ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നത്. അതേ ഒന്നും രണ്ടും കാശ് കൊടുത്താലും ഇത് ശരിയാക്കി എടുക്കാൻ പറ്റില്ല, ലക്ഷങ്ങൾ ചിലപ്പോൾ വേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് അതിലേക്ക് നീങ്ങാം. ഇത്ര രൂപ നമുക്ക് കിട്ടണം, കിട്ടിയാലും നമുക്കൊരു വളം തന്നെ ശരിയാക്കാം. ഇതിനിടയ്ക്ക് അവർ ആ ഫയലെടുത്ത് കാണിക്കും. അവരുടെ കണ്ടപ്പേര് ബുക്ക് പറ്റിയൊക്കെ എടുത്ത് കാണിച്ചിട്ട് പറയുന്നതാണല്ലോ നിങ്ങളുടെ പേരിലുള്ള വസ്തു വേറെ ഒരാളുടെ പേരിലാണ് കിടക്കുന്നത്, വേറൊരു വില്ലയിലായിരിക്കും. അപ്പോൾ ഈ പേന കൊണ്ട് അവരെ എഴുതി വെക്കുകയാണ്. നമ്മുടെ ഗവൺമെൻറ് റെക്കോർഡുകളിൽ ഒരു ഉദ്യോഗസ്ഥനെ അങ്ങനെ തിരുത്തൽ വരുത്താനുള്ള യാതൊരു അവകാശമില്ല. അപ്പോൾ അതാണ് എൻ്റെ ഒരു വസ്തുത. അപ്പോൾ ഇങ്ങനെ ഈ ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ സമൂഹത്തിൽ പാവപ്പെട്ടവരുടെ സ്വസ്ഥത വരുത്തിക്കൊണ്ട് ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ഒരു സമീപനം എല്ലാ ഭാഗത്തുമുണ്ട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കയ്യേറ്റങ്ങളും ഗവൺമെൻറ് ഭൂമി തട്ടിയെടുക്കുന്നതുമായിട്ടുള്ള ഒരു താലൂക്ക് എന്ന് പറയുന്നത് നെയ്യാറ്റിൻകര താലൂക്കാണ്. അത് കഴിഞ്ഞാൽ എൻ്റെ താലൂക്കാണ് കുന്നത്തൂർ താലൂക്ക്. കുന്നത്തൂർ താലൂക്കിലെ ശാസ്താംകോട്ട ടൗണിൽ ഏതാണ്ട് ഒരു 60 മുറി കടയും അതിൻ്റെ സ്ഥലവും മറ്റുമെല്ലാം അനധികൃതമായി നിർമ്മിച്ചിരിക്കുകയാണ്. അവിടുത്തെ വില്ലേജ് ഓഫീസറും താലൂക്ക് ഓഫീസർമാരും മറ്റുള്ള ആളുകളും കൂടെ ചേർന്ന്, രാഷ്ട്രീയക്കാരും കൂടെ ചേർന്നുകൊണ്ട് യാതൊരു രേഖയില്ലാത്ത ആ സ്ഥലം അവർ വലിയ ഇരുനില കെട്ടിടങ്ങളൊക്കെ അവിടെ കെട്ടി ഉയർത്തിയിരിക്കുകയാണ്. ഇപ്പോഴ് ആ സ്ഥലം അടിസ്ഥാനപരമായി പറഞ്ഞാൽ യാതൊരു രേഖയില്ലാത്ത സ്ഥലത്ത് ഇപ്പോൾ പഞ്ചായത്ത് നമ്പരിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിനെതിരായിട്ട് ജില്ലാ കളക്ടർക്കും മുഖ്യമന്ത്രിക്കും അതിൻ്റെ ബന്ധപ്പെട്ടവർക്കൊക്കെ നിരന്തരം പരാതി കൊടുത്തതിൻ്റെ ഫലമായിട്ട് അവർ അന്വേഷണം നടത്തി. ഇവരെല്ലാം 3 പ്രാവശ്യം തിരുവനന്തപുരത്ത് വിളിപ്പിച്ച് എവിടെ യാതൊരു രേഖയില്ല. കോടികളുടെ ആസ്തിയാണത്. ഇത് രാഷ്ട്രീയക്കാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും കറവ പശുവാണ്. ഈ പറയുന്ന തരത്തിൽ ആധാരങ്ങളുടെ തണ്ടപ്പേര് മാറ്റിയിട്ടിട്ട് കൃത്രിമം കാണിച്ചിട്ട് ജനങ്ങളുടെ വസ്തു തട്ടിയെടുക്കുന്ന ഒരു നടപടി, ഇത് 1993 വെള്ളൂർ വില്ലേജ് ഓഫീസിൽ നടന്ന ഒരു സംഭവമാണ്. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു സംഭവമാണിത്. ഇപ്പോൾ അടുത്ത കാലത്താണ് വാഗമൻ ഭൂമി തട്ടിപ്പോകുന്നത്. അത് ഇത് തന്നെയാണ്. തണ്ടപ്പേരിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഭൂമി ഉദ്യോഗസ്ഥന്മാർ തട്ടിയെടുക്കുകയാണ്. അത് വില്ലേജ് ഓഫീസർ മറ്റുമൊക്കെ ചേർന്നാണ് അവരെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തത്. അതിനു മുമ്പ് ഈ കേസ് ബന്ധപ്പെട്ട കോട്ടയം ജില്ലാ കളക്ടറുടെ മുമ്പായും ബഹുമാനപ്പെട്ട മന്ത്രി, ഇന്നത്തെ മന്ത്രി രാജൻ അവരുടെ മുമ്പിലും ഒക്കെ ഈ പ്രശ്നം ചെല്ലുകയാണ്. ഈ പ്രശ്നം ചെന്നത് തന്നെ ഞാൻ ഇടപെട്ടിട്ടാണ് വളരെ ഗൗരവത്തിൽ അത് എടുക്കാൻ കാരണം. ഞാൻ കാസർഗോഡ് എൻ്റെ മകളോടൊപ്പം താമസിക്കുന്ന കാലഘട്ടത്തിലെ ഇദ്ദേഹത്തിൻ്റെ വിഷയം സങ്കീർണമാകുകയാണ്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞു. എനിക്ക് കാഴ്ച കംപ്ലീറ്റ് നഷ്ടപ്പെട്ട ഒരാളാണ്. 2010 കൂടി എൻ്റെ കാഴ്ച കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു. നേരത്തെ കാഴ്ചയുള്ളതാണ്. അപ്പോൾ എനിക്ക് എഴുതാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് പെരുവാ തോമസിൻ്റെ ഭാര്യയെ വിളിപ്പിച്ചു, പേപ്പർ എടുക്കാൻ പറഞ്ഞു, എടുത്തു. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ റവന്യൂ മന്ത്രിക്ക് ഒരു നിവേദനം തയ്യാറാക്കി അത് പെരുവാ തോമസ് അയച്ചു കൊടുക്കുക ചെയ്തു. അങ്ങനെ പെരുവാ തോമസിൻ്റെ ഭൂമി വെള്ളൂർ വില്ലേജ് ഇത് നടക്കുന്നത് 1993 നടക്കുന്നത്, ഈ ആധാരം നടക്കുന്നത്. ഇത് വാങ്ങിച്ചിരിക്കുന്നത് ഒരു കൃഷ്ണൻ നായർ എന്ന് പറയുന്ന ആളുടെ കയ്യിൽ നിന്നാണ് അദ്ദേഹം ഈ ഭൂമി വാങ്ങിച്ചിരിക്കുന്നത്. 21 സെന്റ് ഭൂമി വെള്ളൂർ പേപ്പർ മില്ലിന് സമീപത്തായിട്ടാണ് അത് കിടക്കുന്നത്. പക്ഷേ ഈ ഭൂമി രജിസ്ട്രേഷൻ, അതായത് ഗവൺമെൻറ് പറഞ്ഞ മുദ്രപത്രവും അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഫീസും പിന്നെ ഇത് കരയോലപ്പറമ്പ് സബ് രജിസ്ട്രാർ ഓഫീസിൽ അത് പ്രമാണം ചെയ്യുകയാണ്. അങ്ങനെ പ്രമാണം ചെയ്ത ഈ ഭൂമി നേരെ തഹസീൽദാരുടെ മുമ്പാകെ പോവുകയാണ് പോക്കുവരവ് ചെയ്യാൻ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ സ്വാഭാവികമായിട്ടൊരു 10-15 ദിവസത്തിനകത്ത് അത് പോക്കുവരവ് ചെയ്ത് കൊടുക്കേണ്ട, അല്ലെങ്കിൽ 1 മാസത്തിനകത്ത് പോക്കുവരവ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതാണ് ജോലിയാണ്. ആ ജോലി തഹസീൽദാരുടെ ജോലിയാണ്. അല്ലാതെ വസ്തു വാങ്ങിച്ച പെരുവാ തോമസിൻ്റെ ജോലി എൻ്റെ ജോലിയല്ല. അങ്ങനെ പോകുന്ന റെക്കോർഡുകൾ വില്ലേജ് ഓഫീസിൽ നിന്ന് പോയി ആ ഉദ്യോഗസ്ഥനെ എടുത്തു കൊണ്ടുവന്ന് വില്ലേജിലെ റെക്കോർഡുകളിൽ ചേർത്ത് കരം ഒടുക്കി രസീത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തത് കൊണ്ട്, അദ്ദേഹത്തിന് നേരിട്ട് ഇതിൻ്റെ പുറകെ നടക്കാൻ വയ്യാത്തത് കൊണ്ട് ഈ ഉദ്യോഗസ്ഥന്മാർ, ഈ വില്ലേജ് ഓഫീസറും അതുപോലെ തന്നെ ഈ തഹസീൽദാരും അടക്കം ചേർന്നുകൊണ്ട് ആ ഭൂമിയുടെ തണ്ടപ്പേര് മാറ്റിക്കളഞ്ഞു. അതെന്താണ് മാറ്റിയത്? 9 വർഷം കഴിഞ്ഞാണ് തണ്ടപ്പേര് മാറ്റി കൊടുക്കുന്നത്. അതുവരെ ഈ ഭൂമി പോക്കുവരവ് ചെയ്ത് കൊടുത്തിട്ടില്ല. അദ്ദേഹം കയറി ഇറങ്ങി നടക്കുകയാണ്. കര കൊടുക്കാനുള്ള പൈസ അവിടെ കൊടുത്തിട്ടുണ്ട്, അത് അവർ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ അവർ രസീത് കൊടുക്കത്തില്ല. അദ്ദേഹത്തെ ഇട്ട് ബുദ്ധിമുട്ടിക്കുകയാണ്. അങ്ങനെ 2002 വരെ ഈ ഭൂമി സംബന്ധമായ രേഖ
തഹസീൽദാർ പൂഴ്ത്തിവെച്ചു. അങ്ങനെ ഇരിക്കെയാണ് ആരാണോ ഈ ആധാരം വിലയാധാരമായിട്ട് എഴുതി കൊടുത്തത് അയാൾക്ക് തന്നെ മറ്റൊരു തണ്ടപ്പേരിൽ അത് ധനനിശ്ചയം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു. അയാൾ നേരെ അയാളുടെ ഭാര്യയുടെയും മകളുടെയും ഭാര്യയുടെ പേരിലേക്ക് അത് പിന്നെ ധനനിശ്ചയ ആധാരം എഴുതി കൊടുത്തു. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു തർക്കം നടക്കുന്നുണ്ടായിരുന്നു. ആ തർക്കത്തിന്റെ അടിസ്ഥാനത്തിൽ വൈക്കം മുനിസിപ്പൽ കോടതിയിൽ കേസ് കിടപ്പുണ്ട്. ആ കേസ് പെരുമാ തോമസിന് അനുകൂലമായി വിധിക്കപ്പെട്ടു. മേപ്പടിയാൻ, അതായത് ഈ കൃഷ്ണൻ നായർ എന്ന് പറയുന്ന വ്യക്തിയും അദ്ദേഹത്തിന്റെ ഭാര്യ ശാരദ എന്ന് പറയുന്ന ആ സ്ത്രീയും ആ ഭൂമിയിൽ കയറാൻ പാടില്ല, മറ്റു നാശനഷ്ടങ്ങളൊന്നും നടത്താനും പാടില്ല എന്നുള്ള ഉത്തരവിടെ കിടക്കുകയാണ്. ഈ ഉത്തരവിനെ മറികടന്നുകൊണ്ടാണ് തലയോലപ്പറമ്പ് സബ് രജിസ്ട്രാർ ഓഫീസർ വ്യക്തമായും ശക്തമായും ഞാൻ ഉന്നയിക്കുന്നു, കൈക്കൂലി അടക്കമുള്ള പാരിതോഷികങ്ങൾ വാങ്ങിച്ചുകൊണ്ടാണ് ഈ തിരിമറി അവിടെ നടന്നത്. തുടർന്ന് 2008 ഈ കൃഷ്ണൻ നായർ മരിച്ചു പോകുന്നു. തുടർന്ന് ശാരദ എന്ന് പറയുന്ന കക്ഷി തൻ്റെ മകളായിട്ടുള്ള ഒരു സ്ത്രീയുണ്ട്. അവരിന്ന് റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉദ്യോഗസ്ഥയാണ്. അവർ ശക്തയാണ്. അവർ സർവീസ് സംഘടനയുടെ തലപ്പത്തുള്ള ആളാണ്. പ്രാദേശിക രാഷ്ട്രീയ ഭരണകക്ഷിയായ CPIM ആളാണെന്ന് അന്വേഷണത്തിൽ മനസ്സിലാകുന്നു. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് 30 വർഷം കഴിഞ്ഞിട്ടും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മന്ത്രിക്ക് ഞാൻ നിവേദനം എൻ്റെ സംഘടന വഴി കൊടുത്തു, പെരുമാ നേരിട്ട് കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ രാജൻ എന്ന് പറയുന്ന റവന്യൂ വകുപ്പ് മന്ത്രി ഇതിൻ്റെ ക്യാപ്റ്റനാണ്, ഇതിൻ്റെ മിനിസ്റ്ററാണ്, വകുപ്പിൻ്റെ മിനിസ്റ്ററാണ്. അദ്ദേഹം ഈ വസ്തു സംബന്ധമായിട്ടുള്ള റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ആ റിപ്പോർട്ട് ഈ കള്ളന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് അവിടെ നിന്ന് റിപ്പോർട്ട് ആവശ്യപ്പെടരുതെന്ന് ഞാൻ എൻ്റെ സംഘടന വഴി ഞാൻ പറഞ്ഞു. കള്ളൻ കപ്പലിൽ തന്നെയുണ്ട്, അതുകൊണ്ട് അവരെ മാറ്റിക്കൊണ്ട് റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെയോ അല്ലെങ്കിൽ വെളിയിലുള്ള ഉദ്യോഗസ്ഥന്മാരെയോ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് അത് അദ്ദേഹം ചെയ്തില്ല. എങ്കിൽ പോലും ഈ തഹസീൽദാരുടെ റിപ്പോർട്ട് കളക്ടർക്ക് വാങ്ങി മന്ത്രിക്ക് കൊടുത്തു. അപ്പോൾ അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ പ്രമാണം ക്രമപ്രകാരമല്ല എഴുതിയതും രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും എന്നും ആയതിനാൽ മന്ത്രി ഇങ്ങനെ എഴുതി. ഇതിന് യഥാർത്ഥ അവകാശി പെരുമാ തോമസ് ആണെന്നും ഈ പ്രമാണം ക്രമവിരുദ്ധമായി എഴുതിയതിനാൽ സ്വയം റദ്ദ് ചെയ്യപ്പെടുകയും അങ്ങനെ ആ കള്ളപ്രമാണം ചമച്ചത് ഇല്ലാതാവുകയും മേപ്പടി പുരയുടെ 21 സെന്റ് പുരേണം, വിലപിടിപ്പുള്ള പുരേണം പെരുമാ തോമസിന് പോക്കുവരവ് ചെയ്ത് കൊടുക്കണമെന്നും പറഞ്ഞു. എന്നിട്ടും മാസങ്ങൾ കഴിഞ്ഞിട്ടും യാതൊരു മാറ്റമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ സംഘടന 11/9/2023 ഒരു നിവേദനം ഇതെല്ലാം കാണിച്ചുകൊണ്ട് കോട്ടയം കളക്ടർ ശ്രീമതി അവരുടെ പേര് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ കളക്ടറാണ്. ഇപ്പോഴാണോ എനിക്കറിയില്ല. എന്തായാലും ഈ 11/9 ഇരുന്ന കളക്ടർ ഒരു തമിഴ്നാട്ടുകാരിയാണെന്നാണ് എൻ്റെ കാര്യം. ഞാൻ അദ്ദേഹത്തെ അവരെ കാണാൻ ചെന്നപ്പോൾ എന്താ വിവരം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് കാഴ്ചയില്ലാത്ത ഒരാളാണ്, നിങ്ങളുടെ ഈ അധികാര പരിധിയിൽ നടക്കുന്ന ഒരു അഴിമതിയെക്കുറിച്ച് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് വന്നിരിക്കുന്നത്, എന്താണ് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, 30 കൊല്ലമായിട്ട് ഇവിടെ അഴിമതി ഒന്നും നടക്കുന്നില്ല, ഇവിടെ ക്ലീൻ ഭരണമാണെന്ന് അവകാശപ്പെടുന്ന ഒരു ഭരണകൂടം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണെന്ന് ഞാൻ പറയുന്നത്. അവർ പറയുന്നത് ഇവിടെ യാതൊരു അഴിമതിയില്ല, അഴിമതിക്കാരെയല്ല ഞങ്ങൾ മഷയിട്ട് കണ്ടെടുത്ത് കശാപ്പ് ചെയ്തിരിക്കുക എന്നാണ് പറയുന്നത്. ഇവിടെ അഴിമതിയില്ല. 30 കൊല്ലമായിട്ട് ഇത് പോക്കുവരെ ചെയ്ത് കൊടുത്തിട്ടില്ല റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ. അപ്പോൾ അവർ ചോദിച്ചു 30 വർഷമായി. ഞാൻ പറഞ്ഞു, അതേ മാഡം 30 വർഷമായി. അയാൾ ചെയ്ത കുറ്റം എന്ന് വെച്ചാൽ കാശ് കൊടുത്ത് ഈ പ്രമാണം ശരിച്ചു എന്നുള്ളൊരു കുറ്റം മാത്രമേ ഉള്ളൂ. പെരുമാ തോമസ് സർക്കാർ ഫണ്ടിന്റെ മുദ്രപത്രം അവർ പറഞ്ഞ കണക്കനുസരിച്ച് വാങ്ങിച്ച് ദേശീയ അവിടെ കൊടുത്തു, പ്രമാണം രജിസ്റ്റർ ചെയ്യപ്പെട്ടു. പോക്കുവരവ് ചെയ്യാത്തതിന്റെ കുറ്റം ആർക്കാണ്? വസ്തു വാങ്ങിച്ച ആളുടെ കുറ്റമാണത്. മാസാമാസം ജനങ്ങളുടെ ടാക്സ് ശമ്പളമായിട്ട് പറ്റുന്നവരാണ്. കൃത്യവിലോപത്തിന് മാസശമ്പളം കൃത്യം ഒപ്പിട്ട് വാങ്ങുന്നു, ഉറപ്പില്ലാതെ കൃത്യം ഒപ്പിട്ട് വാങ്ങുന്നു. 30-ാം പക്കം ഇത് കിട്ടുന്നത് കൊണ്ടാണ് ഇന്ത്യൻ പ്രസിഡന്റ് മുതൽ ഇവിടുത്തെ വില്ലേജ് ഓഫീസിലെ പ്യൂൺ വരെയാണോ വന്നിരിക്കുന്നത്. ശമ്പളം കിട്ടിയില്ലെങ്കിൽ ഇവരാരും വ്യക്തിയില്ല, അവിടെ വരുമോ? ഇവിടുത്തെ ജനങ്ങൾക്ക് അവരുടെ അവകാശം സ്ഥാപിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഭരണഘടനാ ബാധ്യതയാണ്, തഹസീൽദാരുടെ ബാധ്യതയാണ്. അതിനകത്ത് അഴിമതി നടന്നാൽ കണ്ടുപിടിക്കേണ്ടത് കളക്ടറുടെ ബാധ്യതയാണ്. അതിനുപരിയായിട്ട് ഒരു ജനങ്ങൾ നിയമം കൊണ്ട് സ്ഥാപിതമായ ഒരു ഭരണഘടനയുണ്ടൂടെ, സർവീസ് റൂളുകളുണ്ടൂടെ, അന്വേഷിക്കാനുള്ള സംവിധാനങ്ങളിലൂടെ. പക്ഷെ ഒന്നും ഫലപ്രദമായി നടക്കുന്നില്ല, ഒന്നും ഫലപ്രദമായി നടക്കുന്നില്ല. കൈക്കൂലി തന്നെ ജന്മാവകാശമാണെന്നും പറഞ്ഞാണ് ഈ ഉദ്യോഗസ്ഥന്മാർ അവിടെ ഇരിക്കുന്നത്. അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് തണലേകുന്നതിന് വേണ്ടിയിട്ട് മാറി മാറി വരുന്ന സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ ദുരുപയോഗപ്പെടുത്തുന്നു. ഭരണഘടനാ സ്ഥാപനങ്ങൾ മുഴുവൻ ജനങ്ങൾക്ക് എതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. പരാതി പറയാൻ ചെല്ലുന്നവനെ അവിടിട്ട് ചവിട്ടി മെതിച്ച് ഭീഷണിപ്പെടുത്തി പുറത്താക്കുന്ന നടപടിയാണ്. എന്നാൽ അഴിമതിക്കാർക്ക് വേണ്ടത്ര തടഞ്ഞും സംരക്ഷണവും അവരുടെ സർവീസ് സംഘടനയുടെ മേധാവികൾ പറയുന്നതിനനുസരിച്ച് ഈ പാർട്ടിയുടെ നേതാക്കന്മാരും മുഖ്യമന്ത്രിയും അതിന്റെ സംവിധാനങ്ങളും മുഴുവനും ഭരണഘടനാ സ്ഥാപനങ്ങളും മുഴുവനും കാര്യനിർവഹണ സമിതി
എക്സിക്യൂട്ടീവ് മുഴുവൻ അഴിമതിയുടെ പിടിയിൽ അമർന്നിരിക്കുകയാണ്. സങ്കടകരമല്ലേ സാർ? നിങ്ങൾ ആലോചിക്കണം. 30 വർഷമായി അയാൾക്ക് കയ്യിൽ നിന്ന് കാശിട്ട് വാങ്ങിച്ച ഒരു കുരിയടം അയാൾക്ക് അതിനകത്ത് കയറാനോ അയാൾക്ക് ഭൂമിയിൽ അവകാശം സ്ഥാപിച്ചു ഇട്ടാനോ യാതൊരു മാർഗ്ഗമില്ലാതെ അലയുകയാണ്. ഈ എൻ്റെ അടുത്തിരിക്കുന്ന അദ്ദേഹം മാനസികമായി തരിപ്പണമായിരിക്കുകയാണ്. ഡോക്ടർമാർ പറഞ്ഞ് സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ നിർബന്ധിച്ചാണ്. എനിക്ക് പല കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഇത് പൊതുജനം അറിയണം. പൊതുജനമാണ് ഇവിടുത്തെ മേധാവികൾ. ഈ രാജ്യത്തിന്റെ പരമാധികാരികൾ പൊതുജനമാണ്. ഞാനൊരു വെലിത്തമ്മീനി പോലും എന്ന് പറഞ്ഞൊരു കൊച്ചു പുസ്തകത്തിനകത്ത് ഞാൻ ഈ ജനങ്ങളുടെ അവകാശങ്ങൾ ഞാനത് ഡിക്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. ശരണാർത്ഥികൾ അല്ലെങ്കിൽ ജനകോടികൾ നമ്മൾ, ശമ്പള ശരണദായകരാം യജമാനന്മാർ നമ്മൾ. നമ്മൾ സർക്കാർ ഓഫീസിലോ ഒരു മന്ത്രിയുടെ അടുത്ത് ചെല്ലുമ്പോൾ അയാളുടെ യാതൊരുവിധ ഔദാര്യത്തിനല്ല ചെല്ലുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട് പൗരന്മാരുടെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന്. ആ അവകാശങ്ങൾ ചോദിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഔദാര്യമല്ലൊരു അവകാശവും ഇന്ന് ഭരണാധികാരികൾ അറിഞ്ഞിടണം. പ്രതിമാസ ശമ്പളം വാങ്ങിക്കുന്നത് എന്തിനാണ്? ജനങ്ങളെ സേവിക്കാനാണ്. അപ്പം ഇവരാരാണ്? ജനങ്ങളുടെ വേലക്കാരാണ്. ബ്രിട്ടീഷുകാരൻ പറയും പബ്ലിക് സർവന്റ് അല്ല. അതിനേക്കാൾ കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും വേലക്കാർ തന്നെയാണ്. കൂലി വാങ്ങിക്കുന്ന ഡെയിലിയിൽ ഒരു കർഷക തൊഴിലാളി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓട്ടോ തൊഴിലാളി, അല്ലെങ്കിൽ ഒരു കമ്പനി തൊഴിലാളി, കഷണ്ടി തൊഴിലാളി, അവർ മാസത്തിലോ അല്ല ആഴ്ചയിലോ അതാത് ദിവസങ്ങളിൽ ശമ്പളം വാങ്ങിക്കുന്നു. ഇവരോ വൈറ്റ് കോളർ ഉദ്യോഗമാണ്. തലയ്ക്ക് മുകളിൽ കറങ്ങുന്ന ഫാന്, കീഴിൽ കറങ്ങുന്ന കസേര, യാതൊരു ജോലിയും ചെയ്യേണ്ട 30-ആം പക്കം. എനിക്കറിയാം ജനങ്ങൾ വെറും കരുതകളല്ല. ജസ്റ്റിസ് കജ്ജു പറഞ്ഞതുപോലെ നമ്മുടെ ഇന്നത്തെ ജനത എന്തായിത്തീരുന്നത്? മരക്കഴുതകളായിപ്പോയി. അതിന്റെ പേരിലാണ് ഈ മലയാള നാട്ടിൽ മഹാബലിയും വെളുത്തമ്പിയൊക്കെ ഭരിച്ച നാട്ടിൽ ഇത്ര തോന്നിവാസം കാണിക്കുന്നത്. ഞാൻ ചുരുക്കുകയാണ്. ഈ മന്ത്രി പറഞ്ഞിട്ട് പോലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ കളക്ടർ അത് ചെയ്തു കൊടുക്കുന്നില്ല. ഞാൻ വീണ്ടും അവരെ സമീപിച്ചപ്പോഴേ മന്ത്രിക്ക് എഴുതിയപ്പോൾ വിജിലൻസിന് കൊടുത്തിരിക്കുക, സ്റ്റേറ്റ് വിജിലൻസിന്. ഞാൻ ഇത് സംബന്ധമായിട്ടുള്ള ഒരു വലിയ നിവേദനം സ്റ്റേറ്റ് വിജിലൻസ് മേധാവി ഡയറക്ടർ മനോജ് എബ്രഹാമിന് ഞാൻ അയച്ചു കൊടുത്തിട്ട് മാസങ്ങളായി. എനിക്ക് മറുപടിയില്ല. താമസിന്റെ കാര്യം മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ ഭൂമി ഇത് തട്ടിപ്പാണ്. വാഗമൺ തട്ടിപ്പ് തുടങ്ങി നിരവധി തട്ടിപ്പ് എന്റെ നാട്ടിലും തട്ടിപ്പാണെന്നു. എന്റെ ഒരു സുഹൃത്ത് കൊല്ലത്തുണ്ട്, ഹരിചന്ദ്രൻ, റിട്ടയർഡ് റെയിൽവേ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിന്റെ 90 സെന്റ് ഭൂമി അയത്തിൽ 90 സെന്റ് ഭൂമി അദ്ദേഹം താമസിച്ചുകൊണ്ടിരിക്കുന്ന വിലപിടിപ്പുള്ള 90 സെന്റ് ഭൂമി 3 വ്യക്തികൾക്കായിട്ട് ഈ തീർത്ഥരാകാരി എനിക്ക് വെച്ചിരിക്കുകയാണ്. അദ്ദേഹം അതിന് ലോകായത്ത് വരെ പോയി. അധികാരമില്ലാത്തതും അതുപോലെ തന്നെ അടിമകളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ വെച്ചിട്ട് അധികാരം നടപ്പിലാക്കാത്തതുമായിട്ടുള്ള കമ്മീഷനുകളാണ്. അത് വനിതാ കമ്മീഷൻ ആകട്ടെ, വിവരാവകാശ കമ്മീഷൻ ആകട്ടെ, അതുപോലുള്ള ഏത് കമ്മീഷൻ എടുത്ത് നോക്കിക്കോളൂ. കോടികൾ അവരുടെ സിബന്ധികൾക്ക്, പാർട്ടിയുടെ പരിചാരകന്മാർക്ക് തൊഴിലുണ്ടാക്കി കൊടുക്കുന്ന പണിയല്ലാതെ അധികാരമില്ല. അവർക്ക് ഒരു അധികാരമില്ല. കമ്മീഷൻ റിപ്പോർട്ട് പോയാൽ സെക്രട്ടേറിയറ്റിൽ ചെല്ലും, അതെടുത്ത് അലമാരിയിലോ അല്ലെ എവിടെയെങ്കിലും ചവിട്ടി കൂട്ടി കളയും. അത് പ്രാവർത്തികമാക്കുന്ന പരിപാടി ഇല്ല. ഒരൊറ്റ കമ്മീഷൻ നടപ്പാക്കി ഞാൻ കണ്ടിട്ടില്ല. ആർ ബാലകൃഷ്ണന്റെ പേരിലുള്ള കമ്മീഷൻ മാത്രമാണ് ശിക്ഷിച്ചത്.